Secretary Rajiv. Gio. Vabbè, give it to Gio. Bene. നമസ്കാരം. ഈ പെൺകുട്ടികളെ കാണുമ്പോൾ പെട്ടെന്നുണ്ടായ എനർജിയാണ്. അത് ഞാൻ തീർന്നതാണ്. ഐഡിയ എന്നല്ലേ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശ്ശൂർ ചാപ്റ്റർ അംഗങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിൽ ചിരി ഉണർത്തുന്ന ചുണ്ടുകളിൽ വിരിയുന്ന ചിരി അല്ലേ? നല്ല മുല്ലപ്പൂ പോലത്തെ പല്ലുകൾ നഷ്ടപ്പെടുന്നവർക്ക് അതിനെ എടുത്തു കൊടുക്കുക അല്ലേ? അങ്ങനെ ചിരി വിരിയിക്കുന്ന വിദഗ്ധ ഡെന്റിസ്റ്റ്. ഞങ്ങളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് MBBS-നൊക്കെ അഡ്മിഷൻ കിട്ടി പോകുന്നവരുടെ തൊട്ട് താഴെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് BDS ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ പോകുന്നവരെ നമ്മളിങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ചോദിക്കും, നമ്മുടെ കൃഷ്ണൻ അങ്ങോട്ട് പോയി, അപ്പൊ അവന് MBBS-ന് കിട്ടിയില്ല, അവൻ വായി നോക്കിയാണ് വന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ, പറയും വായിൽ നോക്കുന്നവർ. പക്ഷെ ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാന രേഖ കുറിക്കുന്നത് ഉടലിലും വായയിലുമാണ് അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞു? കുടലിന് അസുഖമുണ്ടെങ്കിൽ അത് വായിൽ അറിയിക്കും. വായ വഴിയാണ് ഒരുപക്ഷെ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടുന്ന മെഡിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻസിന് ഒരു സൂചന നൽകുന്ന പ്രദേശം കൂടിയാണ് കുടലും വായയും. മൊത്തത്തിൽ ആരോഗ്യ രംഗത്ത് വളരെ പ്രസക്തമായ ഒരു മെഡിക്കൽ വിഭാഗമാണ് ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഡെന്റൽ സെക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബ ഒത്തുചേരലാണോ അതോ സംഘടനയുടെ ഒത്തുചേരലാണ്? എന്തൊക്കെയാണ് വല്ല റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും അവരുടെ കുടുംബക്കാരുടെ ഒരു ഒത്തുചേരൽ, കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അടുത്ത തലമുറയും ഒക്കെ പരസ്പരം എന്നും അറിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ വർഷവും അറിഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് കൂടുതലും നടക്കുക. പിന്നെ ചാരിറ്റിയും ചെയ്യുന്നു. ചാരിറ്റിക്ക് ഒരു പ്രത്യേക സെഗ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ ഇന്നലെ പ്രചരണത്തിന്റെ വഴിയെ വന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നത് അതൊരു ദളിത് കുട്ടിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ കറുപ്പാണ്, ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ഭംഗി. അപ്പൊ ഒന്ന്
എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡെന്റൽ ലൈൻ വാസ് വെരി മച്ച് ഒരു അതിൻ്റെ റൂട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഫിക്സ്ഡ് ആണ്. പക്ഷെ അതിങ്ങനെ അങ്ങ് ഈ കവട്ടക്കാല് വീഴുന്നത് പോലെ രണ്ട് ഇൻസൈസേഴ്സ് അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പെൺകുട്ടിയാണ്. അതുകൊണ്ട് അത് മുമ്പോട്ടൊരു തള്ളലുകൊണ്ട് അതിൻ്റെ ചുണ്ട് മുമ്പോട്ട് തള്ളി വരുന്നു. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് ആദ്യത്തെ നോട്ടം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഭീതി. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ കൈയുണ്ടോ കാലുണ്ടോ കണ്ണിന് കോങ്കണ്ണുണ്ടോ. പക്ഷെ കോങ്കണ്ണിനെ സംബന്ധിച്ച് ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ഒരു സ്ക്വിൻറ്റായി ഉണ്ടെങ്കിൽ വലിയ ഐശ്വര്യമാണ് ആ കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ലെങ്കിൽ പോലും സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് എടുത്താൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഭയങ്കര നീളമുള്ള ലിസ്റ്റ് നമുക്ക് ലഭിക്കും. അപ്പൊ എനിക്കിന്നലെ ആ കുട്ടിയെ കണ്ട് ചെറിയ സങ്കടം തോന്നി. എൻ്റെ ആ കുട്ടിയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുട്ടിയുമായിട്ട് വന്ന് കാണണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ശരിക്കും അതിന് ബ്രേസസ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഗം കറക്ഷനോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അധസ്ഥിത മേഖലയിൽ ഡെന്റൽ കറക്ഷന് വേണ്ടിയുള്ള ഒരു സെഗ്മെന്റ് സ്റ്റേറ്റ് വൈസ് നിങ്ങളുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഉറപ്പായിട്ടും സ്റ്റേറ്റ് വൈഡ് എങ്കിലും അതിനുവേണ്ടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കി ശമ്പളത്തിൽ നിന്ന് ഒരു 50,000 രൂപ ശമ്പളം അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് നടത്തുന്ന ആളിന് ഒരു 5 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടെങ്കിൽ ഇത്ര ശതമാനം നമ്മൾ മാറ്റി വെച്ച് നമുക്ക് ചിരി, സൗന്ദര്യമുള്ള ചിരി വിരിയിക്കാൻ, ആരോഗ്യമുള്ള ചിരി വിരിയിക്കാൻ ഒരു പദ്ധതി എന്ന് പറയുന്നത് ആവിഷ്കരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. എങ്ങനെയെങ്കിലും പോയി ഒന്ന് കുളിക്കണം, കഴിക്കുക പോലും വേണ്ട, ഒന്ന് കിടന്ന് ഉറങ്ങണം. അതുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളൊരു 10, 15, 12 മണി വരെ കൊണ്ടുപോകുന്നിരിക്കണം. ആണോ? അല്ല, നേരം തന്നെ. ആ, നേരം. അപ്പൊ ഞാൻ റിലേഷനിലേക്ക് മേയർക്ക് കൈമാറിക്കൊണ്ട് ഞാൻ സ്ഥലം വിടും. സാറിപ്പോ പറഞ്ഞ പേഷ്യന്റെ കാര്യം സാറെ ആരാന്ന് വെച്ചാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അല്ല, അത് ഞാൻ ചെയ്യും. സാറ് എന്തായാലും ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യില്ല. അതുപോലെ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ ഒരു സർവൈലൻസ് ടീമിനെ വിട്ട് കണ്ടെത്തണം ഇങ്ങനെയുള്ള കുട്ടികൾ കോളനികളിലുണ്ട്. ആ കുട്ടികൾക്കൊക്കെ നല്ല സുന്ദരന്മാർ ഇതൊരു കുറവായി കാണാതെ നമ്മൾ നികത്തിയാൽ അവർക്ക് നല്ല സാമ്പത്തികം കാര്യങ്ങളെല്ലാം ലഭിക്കും. അതുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികളെ ഞാൻ ചെയ്യാം. ഞാൻ വാക്ക് കൊടുത്തു.